ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മടി പിടിച്ച സൺഡേ ആയതുകൊണ്ടേ ഇന്നൊരു മടി പിടിച്ച കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ അതിനകത്ത് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തേ. അതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ ചിക്കൻ ഇട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് അടച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ, ജസ്റ്റ് ചിക്കൻ ഇട്ടൊന്ന് അടച്ചിട്ട് വേവിച്ചതേ ഉള്ളേ. അപ്പോഴത്തേക്ക് നല്ല ചൂടാണ്, കിച്ചണിൽ ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ പൈനാപ്പിൾ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചേ. പൈനാപ്പിൾ അങ്ങനെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത പൈനാപ്പിളായിരുന്നു കേട്ടോ, അധികം നേരം അതിൽ പരിശ്രമിക്കേണ്ടി വന്നില്ല എനിക്ക്. ഒന്ന് ജസ്റ്റ് തൊലി തെറ്റിയതേ ഉള്ളായിരുന്നേ. എന്നിട്ട് അതിനിട്ട് പിന്നെ ബാക്കി കുറച്ച് പൈനാപ്പിൾ വന്നപ്പോൾ അത് ഫ്രിഡ്ജിലാക്കി. പിന്നും ബാക്കി വന്നപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കീറി എടുത്തിട്ടേ ഒന്ന് മുളകും ഉപ്പും കൂടി ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല, എനിക്കത് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ ഒഴിച്ച് മാറ്റി വെച്ച് അത് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൂളി വെച്ചിരുന്ന പൈനാപ്പിളിലേക്ക് കുറച്ച് ഉപ്പും മുളകും കൂടി ഇട്ട് പുരട്ടിയിട്ട് കഴിച്ച് നോക്കി കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ കറിയിൽ ഒരു ഫൈനൽ കൈപ്പൊടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.